കാണും. വലിയ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥര് അഴിമതി കാണിച്ചു എന്ന് പറയുന്നത് ഒരു അട്രാക്ഷനാണല്ലോ. ഇപ്പോൾ വീഡിയോയിൽ ചില സംശയങ്ങളെ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ആളുകളുടെ പ്രതികരണം ഉണ്ടാകും. വാർത്ത കാട്ടുതീ പോലെ പരക്കും. ഫണ്ടിൽ തിരിമറി നടന്നിട്ടുള്ളത് സത്യമായതുകൊണ്ട് വകുപ്പ് തല അന്വേഷണം ഞാൻ നേരിടേണ്ടി വരും. ചിലപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തേക്കാം. മനു എന്തൊക്കെയാ പറയുന്നേ? സാധ്യതകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നാളെ ഇതറിയുമ്പോൾ താൻ കൂടുതൽ വേദനിക്കാതിരിക്കാൻ വേണ്ടി. വലിയ പഠിപ്പും വലിയ ഉദ്യോഗവും ഒക്കെ ആളുകൾക്ക് മുൻപിൽ നിവർന്നു നിൽക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിനിടയിലുള്ള ഇത്തരം ചതികളൊക്കെ ഉണ്ട് ജ്യോതി. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നല്ലത് ചെയ്യണമെന്ന് കരുതി ഉദ്യോഗത്തിനെത്തുന്നവര് ചീത്തയായി പോകുന്നത്. മനു അവർക്ക് വഴങ്ങി കൊടുക്കണമെന്നാണോ? അതൊരിക്കലും ഞാൻ ചെയ്യില്ല. ഒരാളുടെയും ഭീഷണി ഏറ്റുവാങ്ങി ഈ ജോലി ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഈ ജോലി പോയാലും തന്നെയും മോനെയും നോക്കാനുള്ള ധൈര്യമൊക്കെ എൻ്റെ മനസ്സിനുണ്ട്. അതിപ്പോഴേ മനസ്സിലുറപ്പിച്ചാൽ പിന്നെ ആരും ചതിക്കില്ലല്ലോ. എന്റെ ദോഷമായിരിക്കും എല്ലാരും പറയാ. ഇതിനിടയിൽ അങ്ങനൊരു കാര്യം കൂടി പറയണ്ട. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. നമ്മളെ കൊണ്ടാവും വിധം നേരിടും. അത്ര തന്നെ. എന്തുപറ്റി? എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഞാനെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുകയായിരുന്നു. ഈ സംഭവിച്ചതിനൊക്കെ വേറൊരു കാരണക്കാരുമില്ല. എന്റെ ചില തോന്നലുകൾ, പ്രവൃത്തികൾ. ഒറ്റയടിക്ക് കർഷകരെ ഉദ്ധരിക്കാൻ പോയതാ. അവസാനം കിടപ്പാടവുമില്ല, അടുത്തറിയാവുന്നവരുടെ കിടപ്പാടവും നഷ്ടപ്പെടുന്ന അവസ്ഥയായി. എന്താ ഹരി ഇങ്ങനെ? അമ്മ വളരെ സിൻസിയർ ആയിട്ടല്ലേ സംസാരിച്ചത്? അത് ഹരിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെ, സ്നേഹമാ. തനിക്കും അമ്മാവനും എല്ലാവർക്കും എന്നോട് സ്നേഹമാ. ആ സ്നേഹമുള്ളവരെ എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വീർപ്പ് മുട്ടിക്കുന്നത്. തനിച്ചൊരു അപകടത്തിൽ പെട്ടതായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദനിക്കില്ലായിരുന്നു. സങ്കടങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എല്ലാം കൂടി ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ എന്താ? അമ്മ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാ പിടിച്ചു കയറാൻ പറ്റുമെന്ന് ആത്മവിശ്വാസം പറഞ്ഞതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സ് തളർന്നു പോകുന്നതാ എനിക്ക് പിടിക്കാതെ വരുന്നത്. നാളെ മുതൽ പുതിയൊരു കാവൽക്കാരൻ, അതോ കാവൽക്കാരിയോ അറിയില്ല. എടോ, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ നെറുകയിൽ ഹാണിയടിച്ച് കയറ്റുന്നതിന് തുല്യമല്ലേ? പാവം സുജാത ആന്റി, അങ്ങനെ ഒരാളെ സഹിക്കേണ്ട കാര്യം എന്താ? ഒരേ ഒരാൾ മാത്രമേ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുള്ളൂ, ആ ജീവൻ. അയാൾ പറഞ്ഞതൊക്കെ അയാൾ നേടി. ഓർമ്മയുണ്ടല്ലോ എനിക്ക്, അന്ന് പാടത്ത് നിന്ന് അയാൾ പോകുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് വെച്ചത്. അത് നമ്മൾ വായിച്ചതല്ലേ? നീ നട്ടതൊക്കെ ഞാൻ പറിച്ചു കളയുമെന്ന്. ശരിയല്ലേ? നാട്ടിലും പാടത്തും നട്ടത് മാത്രമല്ല, മനസ്സിൽ വിതച്ച സ്വപ്നങ്ങൾ പോലും പറിച്ചു കളഞ്ഞില്ലേ? ഹരി, നാളെ വരുന്ന ആള്, അതാണ് ഇപ്പൊ ഹരിയുടെ ടെൻഷൻ. ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചിറക്കാനുള്ള അധികാരം എനിക്കുണ്ട്.
പക്ഷെ അത് ഞാൻ പ്രയോഗിക്കുന്നില്ല. ബിക്കോസ് എനിക്കിവിടെ ഈ വീടിനകത്ത് തന്നെ താമസിക്കണം. ഇനി ഒരിക്കൽ ഞാൻ അതിനു വേണ്ടി വരുന്നത് ഈ വീടിനകത്തുള്ളവരുടെ ക്ഷണം അനുസരിച്ചായിരിക്കും. ഇതാരാ പറയുന്നെന്ന് ഓർത്തു വച്ചോ. ജയ. കേറിക്ക സ്വാമി.